വെൽക്കം ടു mindblowingkids. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പം നമുക്കിന്ന് ആക്ടിവിറ്റി 9 അല്ലേ, ആഡ് മോർ ലൈൻസ് ചേർക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആക്ടിവിറ്റി? വൺ ലവ്ലി നൈറ്റ് ഇവാൻ ദ കിങ് വാസ് വാക്കിംഗ് ത്രൂ ഹിസ് ബാൽക്കണിയിലൂടെ നമ്മുടെ കിങ് ആയിട്ടുള്ള ഇവാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. ദർ വർ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ. ആകാശത്ത് ഒരുപാട് സ്റ്റാറുകളെ കണ്ടു. ദ ഫുൾ മൂൺ സീം ടു സ്മൈൽ അറ്റ് ഹിം. നല്ല പൂർണ്ണചന്ദ്രൻ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് തോന്നി. ഹി ദെൻ റിമെമ്പർ ഹിസ് ഫ്രണ്ട് ദ നൈറ്റിംഗേൽ. ആ സമയത്ത് അവൻ അവൻ്റെ ഫ്രണ്ടിനെ ഓർത്തു. ഇവാൻ ബിഗാൻ ടു സിങ് എ സോങ്. ആ സമയത്ത് ഇവാൻ ഒരു സോങ് പാടി. ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഷീ ഈസ് എ ലവ്ലി നൈറ്റിംഗേൽ. ഒരു നൈറ്റിംഗേൽ ആയിരുന്നു. ഹെർ ബീക്ക് ഈസ് ബ്ലൂ ആൻഡ് വിങ്സ് ആർ ഗ്രീൻ. അതിൻ്റെ ചുണ്ടുകൾ ബ്ലൂ കളറും ചിറകുകൾ പച്ച നിറവുമായിരുന്നു. ഷീ ക്യാൻ സിങ് സോ സ്വീറ്റ്. അത് നല്ല രീതിയിൽ പാടുമായിരുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടിക്കൊടുക്കാം കേട്ടോ. നല്ല രസത്തിൽ നൈറ്റിംഗേൽ പാടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു പെറ്റുണ്ടോ? കമ്പൈൽ എ സോങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സോങ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രണ്ടിനെ കുറിച്ച് എഴുതാം. നിങ്ങൾക്കൊരു കിറ്റനോ ക്യാറ്റാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട്, ഷീ ഈസ് വെരി ക്യൂട്ടി ക്യാറ്റ്, ഹെർ ബോഡി ഈസ് വൈറ്റ് ആൻഡ് ഐസ് ആർ ബ്ലാക്ക്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാറ്റിനെ കുറിച്ച് ഇങ്ങനെ പാടാം. ഇനി നിങ്ങൾക്കൊരു ഡക്ലിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഹെന്ന്, കോഴിയോ പക്ഷികളോ ഏതെങ്കിലും പാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ലിറ്റിൽ പാറ്റ്, ഷീ ഈസ് വെരി നോട്ടി ഡക്ലിംഗ്, ഹെർ ബീക്ക് ഈസ് ബ്രൗൺ ആൻഡ് വിങ്സ് ആർ ബ്ലാക്ക്, ഷീ ക്യാൻ സ്വിം സോ ഫൈൻ. നല്ല രീതിയിൽ അവൾക്ക് നീന്താൻ കഴിയുന്ന അവസാനം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഐ ക്യാൻ എന്ന് പറയുന്ന 86-ലും 87-ലും വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ളതിൽ മെയിൻ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്, ഇവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇവാൻ ബിക്കം ദ കിങ്. ഇങ്ങനെ 3 ഭാഗമാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടെത്തി എന്ത് ചെയ്യണം? ഇതിനകത്ത് ഓരോ കോളത്തിലേക്കും എഴുതണം. അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം. അത് ഫസ്റ്റ് കോളം വരുന്നത് ഇവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്, സെക്കൻഡ് വൺ വരുന്നത് ഇവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ദി ബേർഡ്സ്, പിന്നെ തേർഡ് വൺ ഇവാൻ ബിക്കം ദ കിങ്. അത് ഓരോന്നിലും വരുന്നത് ഇവാൻ സെർവ് ദ മെർച്ചൻറ്റിനെ കച്ചവടക്കാരനെ ഇങ്ങനെ സെർവ് ചെയ്യുന്നതും, പിന്നെ നൈറ്റിംഗേൾ സൂത്തസ് ഇവാൻ സ്ലീപ്സ്. നൈറ്റിംഗേൾ ഇവാൻ്റെ ഉറക്കത്തിൽ നിന്നും എന്ത് ചെയ്തു? കെടുത്തി അല്ലേ. ഇവാൻ ഗോസ് ടു ദി ഫോറസ്റ്റ്. ആ ശബ്ദം കേട്ടിട്ട് ഫോറസ്റ്റിലോട്ട് പോയി. ഇവാൻ ലിസൺ ടു ദ നൈറ്റിംഗേൾ സോങ്. നൈറ്റിംഗേളിൻ്റെ സോങ്ങും കേട്ട് പഠിച്ചു. ദ മെർച്ചൻറ്റ് മേക്സ് ഇവാൻ വർക്ക് ഫ്രം ഡൗൺ ടു ഡസ്ക്. രാവിലെ മുതൽ രാത്രി വരെ ഇവാനെ കൊണ്ട് പണിയെടുപ്പിച്ചു. അത് അതിനകത്ത് വരുന്നതാണ്. ഇനി ലാംഗ്വേജ്, ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിച്ചതിനകത്ത് വരുന്നതാണ് ഇവാൻ ലിസൺ ടു ദ നൈറ്റിംഗേൾ സോങ്. നൈറ്റിംഗേളിൻ്റെ സോങ് കേട്ടു. ഇവാൻ അണ്ടർസ്റ്റാൻഡ് ദ സോങ് ഓഫ് ദി നൈറ്റിംഗേൾ. ഇവാന് നൈറ്റിംഗേളിൻ്റെ സോങ് മനസ്സിലായി. ഇവാൻ ഡ്രൈവ്സ് അവേ ദ ക്രൗഡ്സ്. അവൻ എന്ത് ചെയ്തു? കാക്കകളെയൊക്കെ തട്ടി മാറ്റി. ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ഇവാൻ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. മദർ ബേർഡ് എന്ത് ചെയ്തു? ഇവാൻ്റെ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു. പിന്നെ ഇവാൻ പ്രഡിക്ട്സ് ദ സ്റ്റോം. എന്ത് ചെയ്തു? കാറ്റിൻ്റെ, അതായത് സ്റ്റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശക്തമായ ചുഴലിക്കാറ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടി ഇവാന്. ഇവാൻ ബിക്കംസ് ദ കിങ്. ഇവാൻ അങ്ങനെ കിങ് ആയി മാറി. ലോങ് ലീവ് കിങ് ഇവാൻ. അങ്ങനെ നീനാൾ വാഴട്ടെ എന്നൊക്കെ പറയുന്നതാണ്. ഇവാൻ റെക്കഗ്നൈസ് ദ മെർച്ചൻറ്റ്. അങ്ങനെ മെർച്ചൻറ്റിനെ മനസ്സിലാക്കി. ഇവാൻ മാരീസ് ദ പ്രിൻസസ്. രാജകുമാരിയെ കല്യാണം കഴിച്ചു. ആൻ ഓൾഡ് മാൻ വിസിറ്റ്സ് ഇവാൻ. ഇവാനെ ഒരു ഓൾഡ് മാൻ കാണാൻ വന്നു. ദ നൈറ്റിംഗേൽ കംസ് ബാക്ക്. നൈറ്റിംഗേൽ തിരിച്ചു വന്നു. ഇവാൻ റൂൾസ് ദ കൺട്രി വെൽ. ഇവാൻ ആ രാജ്യത്തെ ഭരിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഭാഗങ്ങളായിട്ട് അത് എഴുതി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓൾഡ് മാനും ഇവാനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണല്ലേ. അപ്പോൾ ഇവാൻ ചോദിക്കുന്നത് ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഓൾഡ് മാൻ ചോദിക്കുന്നത് യുവർ മെജസ്റ്റി, യുവർ ആർ കിങ്.
അതെ, അടിയൻ ഉത്തരവ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്, നമ്മൾ ബഹുമാനത്തിൽ പറയുന്നതാണ്. രാജാക്കന്മാരോട് അങ്ങനെയൊക്കെ പറയല്ലോ, പ്രഭു എന്നൊക്കെ പറയില്ല, അതാണ്. യു ആർ അവർ കിങ്, നിങ്ങൾ ഞങ്ങളുടെ കിങ് ആണ്, രാജാവാണല്ലോ എന്ന് പറയണം. അപ്പോൾ ഇവാൻ പറയാണ്, യെസ്, ഐ ആം ദ കിങ് ഓഫ് ദിസ് കൺട്രി. അതെ, ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവൊക്കെ തന്നെയാണ്. ബട്ട് ഐ എം യുവർ ഓൾ സെർവൻറ്റ്, ഞാൻ നിങ്ങളുടെ പഴയ സെർവൻ്റാണ്. ഓൾഡ് മാൻ അപ്പം എന്താ പറയുക, യുവർ മെജസ്റ്റി പ്ലീസ് ഡോൺ പണിഷ് മീ, എന്നെ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, പണിഷ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇവാൻ പറയാൻ, ഡോൺ വറി, ഐ വോണ്ട് പണിഷ് യു, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യില്ല. വാട്ട് ദ നൈറ്റിംഗേൾ സെഡ് ഹാസ് കം ട്രൂ, പക്ഷേ നമ്മുടെ നൈറ്റിംഗേൾ പറഞ്ഞ കാര്യം എന്ത് സത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാവരും വർക്ക്ഷീറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനലിൽ നമ്മൾക്ക് ക്വിസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ക്വിസുകൾ, അതുപോലെ LSS കോച്ചിങ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.